ഇന്ന് ഓഗസ്റ്റ് 14. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇന്നത്തെ കുറിച്ച് പ്രധാനപ്പെട്ട 4 ഇവന്റ്സ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. 1994 ഓഗസ്റ്റ് 14 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് യുറാനസിനെ അതിന്റെ വളയങ്ങളും നിരവധി ഇന്നർ മൂൺസിന്റെയും ഫോട്ടോ എടുത്തത്. ഇതിന്റെ ഗ്രഹത്തിലൂടെ സദേൺ ഹെമിസ്ഫിയറിൽ തിളങ്ങുന്ന മേഘങ്ങളും കാണപ്പെട്ടു. വോയേജർ 2 ബഹിരാകാശ പേടകം ഒരു ഡീക്കേഡിന് മുമ്പ് ഗ്രഹത്തിലൂടെ പറന്നപ്പോൾ മുമ്പ് കണ്ട ഗ്രഹത്തിന്റെ വിശദാംശങ്ങൾ വീണ്ടും പഠിക്കാനുള്ള കഴിവ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആസ്ട്രോണോമേഴ്സിന് നൽകി. സെക്കൻഡ് വൺ, ഫസ്റ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. 1894 ഓഗസ്റ്റ് 14 ഓക്സ്ഫോർഡിൽ നടന്ന ബ്രിട്ടീഷ് അസോസിയേഷന്റെ യോഗത്തിൽ ബ്രിട്ടീഷ് ഫിസിസ്റ്റായ ഒലിവർ ലോഡ്ജ് മോഴ്സ് കോഡ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ വയർലെസ് വിവര കൈമാറ്റം പ്രദർശിപ്പിച്ചത്. UK പഴയ ക്ലാരൻഡൻ ലബോറട്ടറിയിൽ നിന്നും യൂണിവേഴ്സിറ്റി മ്യൂസിയത്തിലേക്ക് 150 യാർഡ് ഏകദേശം 50 മീറ്റർ അകലേക്കാണ് സന്ദേശം കൈമാറിയത്. തേർഡ് വൺ, ഫസ്റ്റ് ഐ ഇൻഫർമറി. 1820 ഓഗസ്റ്റ് 14 ന്യൂയോർക്ക് സിറ്റിയിൽ 45 ചാത്തം സ്ട്രീറ്റിൽ 2 മുറികളിലായി ആദ്യത്തെ US ഐ ഹോസ്പിറ്റൽ സ്ഥാപിതമായത്. യങ് ഫിസിഷ്യനായ ഡോക്ടർ എഡ്വേർഡ് ഡെലാഫീൽഡ് ആണ് ഐ ഡിസീസിനു വേണ്ടി പ്രത്യേക ചികിത്സയ്ക്കായി ഒരു സ്ഥാപനം സ്ഥാപിക്കാനുള്ള ഐഡിയ കൺസീവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡോക്ടർ ജോൺ കേർണി റോജേഴ്സും കൂടെ മറ്റുള്ള സുഹൃത്തുക്കളും അദ്ദേഹത്തെ സഹായിച്ചു. 1821 ന്യൂയോർക്ക് ഐ ഇൻഫർമറി എന്ന പേരിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു. കണ്ണിന് ചില അസുഖങ്ങൾ ഭേദമാക്കാനാവാത്തതായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് 100 കണക്കിന് ആളുകൾ ബ്ലൈൻഡ്നെസ്സിൽ നിന്നും രക്ഷപ്പെട്ടു. ആൻഡ് ദ ലാസ്റ്റ് വൺ, വിഫിൾ ബോൾ. 1953 ഓഗസ്റ്റ് 14 സർ ഡേവിഡ് മുള്ളിൻസ് വിഫിൾ ബോൾ കണ്ടുപിടിച്ചത്. 13 വയസ്സുള്ള തന്റെ മകന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു വിഫിൾ ബോൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇതേപോലെ മറ്റു പല ഇവന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.